കേരളത്തിൽ ഒഴിച്ചിട്ട സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കാൻ NDA. എറണാകുളത്ത് മേജർ രവി സ്ഥാനാർത്ഥിയായേക്കും. ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവിനെയാണ് പരിഗണിക്കുന്നത്. കൊല്ലത്തെ സ്ഥാനാർത്ഥി ചർച്ചയും അന്തിമഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും എറണാകുളം ഉൾപ്പെടെയുള്ള പ്രധാന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനാകാതെ വലയുകയാണ് NDA. ഒഴിച്ചിട്ട സീറ്റുകളിൽ മറ്റു മുന്നണികളിൽ നിന്നെത്തുന്നവരെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളാക്കാനുള്ള നീക്കം പാളിയതോടെയാണ് പുതിയ തന്ത്രം. എറണാകുളത്ത് മേജർ രവിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനം. കെ സുരേന്ദ്രൻ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിൽ മേജർ രവി സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചതായാണ് വിവരം. പാർട്ടിയുടെ പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പാർട്ടി ഡിസിഷൻ ഈസ് പിന്നെ പാർട്ടി പറയുന്ന പോലെ ഞാൻ കേൾക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോ എവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അതാണല്ലോ അവർ പറഞ്ഞത്. പാർട്ടി പറഞ്ഞാൽ കേൾക്കണം എന്നുള്ളതിന്റെ മുകളിൽ ഐ ബി വാട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ് കം. അത് വരുന്ന സമയത്ത് എന്റേതായിട്ടുള്ള കൺസേൺ കൊടുത്തിട്ടുണ്ട്. എന്റേതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവർ എത്രയോ പറഞ്ഞുള്ളൂ. പാർട്ടി പറഞ്ഞാൽ കേൾക്കാം. ആലത്തൂരിൽ വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവിനെയാണ് പരിഗണിക്കുന്നത്. വിരമിക്കൽ ദിവസം പ്രിൻസിപ്പലിന് SFI കുഴിമാടമൊരുക്കി യാത്രയാക്കിയ സംഭവം ഏറെ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ അംഗമായി ഡോക്ടർ സരസുവിനെ BJP ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. കൊല്ലത്ത് 2 പേരുകളാണ് പരിഗണനയിലുള്ളത്. കുമ്മനം രാജശേഖരനെയോ BJP ജില്ലാ അധ്യക്ഷൻ BB ഗോപകുമാറിനെയോ സ്ഥാനാർത്ഥിയാക്കും. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന കുമ്മനം രാജശേഖരൻ പാർട്ടിയെ അറിയിച്ചതായാണ് വിവരം. അന്തിമ പട്ടിക തയ്യാറാക്കിയതിനു ശേഷം നാളെ പ്രഖ്യാപനം നടത്തിയേക്കും. 24 കൊച്ചി.